നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് 2024 ഏപ്രിൽ 30 തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മധ്യപ്രദേശിൽ നിന്ന് വിദർഭ, മരത്വാഡ പ്രദേശങ്ങൾക്ക് കുറുകെ കർണാടകയിലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. തെക്കൻ തമിഴ്നാട്ടിലും സമീപ പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി വ്യാപിച്ചു കിടക്കുന്നു. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാതി ചുഴി വ്യാപിച്ചു കിടക്കുന്നു. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത. ജില്ലയിലെ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 28 ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത. ഏപ്രിൽ 30 മുതൽ മെയ് 2 വരെ തൃശ്ശൂർ ജില്ലയിൽ 1-2 സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നിലനിൽക്കാൻ സാധ്യത ഉള്ളതിനാൽ ഭാരതീയ കാലാവസ്ഥ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 64 മുതൽ 72%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 2 മുതൽ 4 കിലോമീറ്റർ വരെയും ആകാനാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: വേനൽ ചൂടിൽ നിന്നും ജനങ്ങളെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയാൻ ഇടയ്ക്കിടയ്ക്ക് ധാരാളം ശുദ്ധജലം കുടിക്കുക. ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക. അതുവഴി സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാം. കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ തൊപ്പി, കുട എന്നിവ ഉപയോഗിക്കുക. ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ശക്തിയായി സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ മാത്രം ജലസേചനം കൊടുക്കുക. കണിക ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധി വരെ കുറയ്ക്കാം. വിരപ്പ് കൃഷി ഇറക്കുന്നതിന് മുൻപായി നെൽപ്പാടങ്ങൾ ദൈഞ്ച വിതച്ച് കൊടുക്കാവുന്നതാണ്. വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ വാഴ, തെങ്ങ് എന്നിവയ്ക്ക് ആവശ്യാനുസരണം ജലസേചനം നൽകുക. മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പുതയിടൽ അവലംബിക്കാവുന്നതാണ്. കവുങ്ങിൻ തടിയിൽ വെയിലേൽക്കാതിരിക്കാൻ വെള്ള പൂശുകയോ പാള വെച്ച് കെട്ടുകയോ ചെയ്യുക. കുരുമുളക് കൊടികൾക്ക് ആഴ്ചയിൽ 1 ദിവസം ജലസേചനം നൽകാവുന്നതാണ്. കൊടിക്ക് ചുറ്റും 1.5 മീറ്റർ വ്യാസത്തിൽ എടുത്ത തടങ്ങളിലാണ് വെള്ളം നിർത്തേണ്ടത്. ഉണങ്ങിയ ഇലകളോ മറ്റോ ഉപയോഗിച്ച് തടത്തിൽ പുതയിടണതും നല്ലതാണ്. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് 1 സെന്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂട് ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാംഗോസെപ്പ് അല്ലെങ്കിൽ സ്യൂഡോമോണാസ് 1 ലിറ്റർ ലായനിയിൽ 30 മിനിറ്റ് മുക്കി വെച്ച് ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡെർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച തണലത്ത് വെച്ച ശേഷം ഇട്ടുകൊടുക്കുക. മൃഗസംരക്ഷണം: വളർത്തു പക്ഷി മൃഗാദികൾക്ക് വെയിലിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകണം. നേരിട്ട് സൂര്യാഘാതം ഏൽക്കാത്ത രീതിയിൽ മാറ്റിക്കെട്ടുക. അവയുടെ താമസ സ്ഥലത്ത് വേണ്ടത്ര വായുസഞ്ചാരം ക്രമീകരിക്കണം. കന്നുകാലി തൊഴുത്തിൽ വായുസഞ്ചാരം കൂട്ടുന്നതിന് വശങ്ങൾ തുറന്നു വെക്കുന്നതും പറ്റുമെങ്കിൽ മേൽക്കൂരയുടെ ഉയരം കൂട്ടുന്നതും നല്ലതാണ്. കന്നുകാലികൾക്ക് അപകടകാരികളായ സൂര്യകിരണങ്ങൾ
ഏൽക്കാതിരിക്കാൻ കാലത്ത് 9 മണിക്ക് മുൻപോ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ മാത്രം മെയ്യാൻ അനുവദിക്കുക. അതിൽ വൈകുന്നേരം മെയ്യാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത്. അന്തരീക്ഷത്തിലെ ചൂട് കൂടി വരുന്നതിനാൽ കന്നുകാലികൾക്ക് ധാരാളം തണുത്ത വെള്ളം കൊടുക്കുക. അതിരാവിലെയും വൈകിട്ടും പുല്ല്, വൈക്കോൽ മുതലായവ നൽകുക. നന്ദി.